സാധാരണ നല്ല കൃഷിസ്ഥലങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പൊന്നു വിളയുന്ന തോട്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ചൂരൽമലയിലെ ഈ അണ്ണയ്യേട്ടൻ്റെ 2 ഏക്കറിൽ അദ്ദേഹം ശരിക്കും പൊന്ന് തന്നെയാണ് വിളയിച്ചിരുന്നത്. കോഫി ബോർഡിലെയും കൃഷിഭവനിലെയൊക്കെ ഉദ്യോഗസ്ഥരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് കാപ്പിയും കുരുമുളകും അടക്കിയും ഒക്കെ വിളവെടുത്തിരുന്നത്. ആ 2 ഏക്കർ സ്ഥലമാണ് കഴിഞ്ഞ 1 വർഷമായി ശ്മശാന ഭൂമി പോലെ കിടക്കുന്നത്. മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ഒഴുകിയെത്തിയ മരത്തടികൾ വന്നടിഞ്ഞത് അണ്ണയ്യൻ്റെ തോട്ടത്തിലായിരുന്നു. ഫലഭൂയിഷ്ടമായ കൃഷിയിടമാകെ മരത്തടികളും ചെളിയും കൊണ്ട് മൂടിപ്പോയി. ഏറ്റവും കൂടുതൽ മൃതശരീരങ്ങൾ കണ്ടെടുത്തതും ഇവിടെ നിന്നായിരുന്നു. ഇതോടെ ലക്ഷങ്ങൾ വരുമാനം നൽകിയിരുന്ന കൃഷിയിടമാണ് അണ്ണയ്യന് നഷ്ടമായത്. 2 ഏക്കർ തോട്ടാണ്. അതിൽ കാപ്പി, കുരുമുളക്, അടക്ക, പിന്നെ ആവടക്കായി എന്ന് പറഞ്ഞ മരങ്ങളുണ്ട്, അവക്കട മരം. ഇതൊക്കെ നല്ലൊരു കൃഷി തന്നുകൊണ്ടിരുന്ന തോട്ടായിരുന്നു എൻ്റെ. ഒരു 100-125 ചാക്ക് കാപ്പി ആവറേജ് ഞാൻ പറിക്കും. ലാസ്റ്റ് വരെ പറിച്ചത് ഈ 100 ചാക്ക് കാപ്പിയാണ് ഞാൻ ഉണക്ക മാത്രം പറിച്ച് വിറ്റുകൊണ്ടുണ്ടായത്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കാപ്പീൻ്റെ വില കൊണ്ടാണ് നമുക്ക് ഇത്രയും വരുമാനം ഉണ്ടായത്. അടക്ക ഒരു 4-4.5 ലക്ഷം റുപ്യേൻ്റെ അടക്ക കൊടുക്കും. മുളക് ഒരു 3-3.5 ലക്ഷം റുപ്യ മുളകും കൊടുക്കും. ഈ 2 ഏക്കർ തോട്ടം മൊത്തം നഷ്ടപ്പെട്ടു പോയി. ടൗൺഷിപ്പിൽ വീട് ലഭിക്കുന്നവരുടെ പട്ടികയിൽ അണ്ണയ്യൻ്റെ പേരുണ്ട്. 6000 രൂപ വീട്ടുവാടകയും ലഭിക്കുന്നുണ്ട്. 5 മാസക്കാലം 300 രൂപ വെച്ച ദിനബത്ത കിട്ടിയിരുന്നു. പക്ഷേ നഷ്ടപ്പെട്ട കൃഷിയുടെയും കൃഷിഭൂമിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല. കൃഷിഭവനിൽ നിന്ന് ആകെ ലഭിച്ചത് 37,000 രൂപ മാത്രം. എനിക്ക് കൃഷി ചെയ്ത് ജീവിക്കണം. എനിക്കിപ്പോഴും അതാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എല്ലാ സംഘടനകളോടും ഞാൻ പറയുന്നുണ്ട്, ഇതൊന്ന് ചെയ്തു തരണം എന്നിട്ട്. ആരും ഇത് മുന്നോട്ടെടുക്കുന്നില്ല. കലക്ട്രേറ്റിൽ പോകുമ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചെയ്തു തരുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഞങ്ങൾക്കിതിൽ കിട്ടിയിട്ടില്ല. പുന്നപ്പുഴയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പറമ്പിലെ തടികൾ നീക്കം ചെയ്യാമെന്ന് അധികൃതർ പറയുന്നു. പക്ഷേ അതെപ്പോൾ എന്നാണ് അണ്ണയ്യൻ ചോദിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായി കാണുന്നവരോടൊക്കെ അണ്ണയ്യേട്ടൻ ഒന്നേ പറയാനുള്ളൂ: കൃഷിഭൂമിയിൽ നിന്ന് ഈ മരങ്ങളൊന്ന് മാറ്റിത്തരിക, കൃഷി ഇറക്കാൻ സാമ്പത്തിക സഹായം തരിക, ബാക്കി ഞാനാക്കിക്കോളാം. പക്ഷേ ആ അപേക്ഷ ഇതുവരെ ആരും ചെവിക്കൊണ്ടില്ല. പ്രജോഷ് കുമാറിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.